ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശുദ്ധിനാശംസകൾ. സൂപ്പർ കൺമണിയുടെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം മോശം പറയാൻ പറ്റാത്തൊരു എപ്പിസോഡ് തന്നെയാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ പുതിയൊരു ക്യാരക്ടർ ഈ സീരിയലിലേക്ക് വരുവാണ്. അപ്പോൾ ആ ക്യാരക്ടർ ആയിരിക്കും മിക്കവാറും ഈ സീരിയലിൽ കുറച്ചുകൂടെ അടിപൊളിയാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ ക്രിഷിൻ്റെ ഫ്രണ്ട് ആവാൻ മറ്റൊരു സാധ്യതയുള്ളൂ. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ക്രിഷ് അങ്ങനെ മനസ്സിലാക്കുവാണ് തനിക്ക് കൺമണി ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ക്രിഷ് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. അത് മഹിയുടെ അടുത്ത് പറയുന്നുണ്ട് ക്രിഷ്. പിന്നെ വേറൊരു ഹൈലൈറ്റ്, ബലരാമൻ സുമിത്രയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ നാളത്തെ എപ്പിസോഡ് അടിപൊളിയാവാൻ നല്ല ചാൻസ് ഉണ്ട്. നാളത്തെ എപ്പിസോഡിൽ കൺമണിയെ കാണിക്കുമെന്ന് തോന്നുന്നു മിക്കവാറും. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ ക്ലീറ്റസിനെ സുമിത്രയാണ്. അങ്ങനെ ക്ലീറ്റസ് സുമിത്രയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, മാഡം ഞാൻ ബോസിൻ്റെ അടുത്തെല്ലാം പറഞ്ഞു, ബോസ് എല്ലാം അറിഞ്ഞിട്ടുണ്ട്, ഭാഗ്യക്കുഞ്ഞിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. എന്നെ ബോസ് ഒരുപാട് തല്ലി, അപ്പോൾ ആ അടിയുടെ മുന്നേ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ എല്ലാം പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സുമിത്രയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ സുമിത്രയാണെങ്കിൽ കിളിയനിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. കിളിയനാണെങ്കിൽ ആ സമയത്ത് ആ അടിയിട്ടെടുത്ത് ഇങ്ങനെ തടവി നിൽക്കുമായിരിക്കും. എന്നിട്ട് നിസ്സഹായനെ പോലെ ആയിരിക്കും കിളിയൻ്റെ നിൽപ്പ്. പിന്നീട് സുമിത്ര കിളിയനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവനോട് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞതെന്ന്. ആ സമയത്ത് കിളിയൻ പറയുന്നുണ്ട്, അമ്മാതിരി അടിയാണ് എനിക്ക് ബോസ് തന്നത്. ബോസ് തന്ന അടിക്ക് ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ കൊന്നോളാം ഞാനേ ബോസ്. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു ബോസിന്. പിന്നെ ബോസ് എൻ്റെ അടുത്ത് വേറൊരു കാര്യം ചോദിച്ച്, കൺമണി എവിടെയാണെന്ന്. ബോസിൻ്റെ മനസ്സിൽ കൺമണിയെ നമ്മളെ കസ്റ്റഡി കൊണ്ട് വെച്ചേക്കുവാണെന്ന് ആണ്. അതുകൊണ്ട് തന്നെ ബോസ് അത് വെച്ചാണ് എൻ്റെ അടുത്ത് വന്നത്. ആ സമയത്ത് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭാഗ്യക്കുഞ്ഞിൻ്റെ കാര്യം ബോസിനോട് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. പിന്നീട് ആണെങ്കിൽ കിളിയൻ പറയുന്നുണ്ട്, ഇങ്ങനെ പോവുകയാണെങ്കിൽ സുമിത്ര മാഡമാണ് ഈ കൺമണിയെ ഒളിപ്പിച്ചിരിക്കുന്നതെങ്കിൽ മിക്കവാറും ബോസ് സുമിത്ര മാഡത്തിനെ പോലീസിൽ ഏൽപ്പിക്കാൻ നല്ല സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുമിത്ര പറയുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ മോനെ, എനിക്കറിയാം ഇനി എന്ത് ചെയ്യണം എന്ന്, ഇനി നീ ഇവിടെ കിടന്ന് പരിങ്ങയൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കിളിയൻ പറയുന്നുണ്ട്, വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ബോസ് മിക്കവാറും ഇപ്പോൾ ആ ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും പോയിരിക്കുന്നത്. ഗസ്റ്റ് ഹൗസിൽ പോകുമ്പോൾ മിക്കവാറും മമ്മിയെ ആക്രമിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് മാഡം അമ്മയെ വിളിച്ച് പറയണം, ഇങ്ങനെ ബോസ് വരും എന്നൊക്കെ പറയണം എന്ന് പറയും. ആ സമയത്ത് സുമിത്ര പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കിളിയനാണെങ്കിൽ അവിടെ ഇങ്ങനെ ആ കിട്ടിയ പാടൊക്കെ ഇങ്ങനെ നോക്കിയും തടവിയും അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ലാലിയെയും പിന്നെ നമ്മുടെ ഭാഗ്യശ്രീയെയാണ്. ലാലിയാണെങ്കിൽ ഭാഗ്യശ്രീക്ക് ഒരു ഇഞ്ചക്ഷൻ വെച്ച് കൊടുക്കുമായിരിക്കും. അപ്പോൾ ആ സമയത്താണെങ്കിൽ ബലരാമൻ അവിടെ വരുന്നുണ്ട്. എന്നിട്ട് ബലരാമൻ ഡോറിൽ മുട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ലാലി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, ഇപ്പോഴല്ലേ കിളിയൻ ഇവിടുന്ന് പോയത്, അതിനിടയ്ക്ക് അവൻ വന്നോന്നിങ്ങനെ വിചാരിക്കും. എന്നിട്ട് പിന്നീട് അത് ആരായിരിക്കും എന്ന് പറഞ്ഞ് ലാലി ഇങ്ങനെ തുറക്കാൻ വേണ്ടി ഡോറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്തായിരിക്കും ബലരാമൻ ആ ഡോറ് ചവിട്ടി തുറക്കുന്നത്. ആ സമയത്ത് ലാലിയാണെങ്കിൽ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ബലരാമനെ കണ്ടിട്ട്. എന്നിട്ട് ബലരാമൻ കുഞ്ഞ് ഒന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ബലരാമനാണെങ്കിൽ വീട്ടിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നിട്ട് ലാലിയുടെ അടുത്ത് കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ബലരാമൻ പറയുന്നുണ്ട്, ഇവിടെ ഭാഗ്യശ്രീ, എനിക്ക് അവളെ കാണണം. നിങ്ങളെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കണ്ടിരുന്നത്, പക്ഷേ നിങ്ങൾ ഇത്തരക്കാരിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എവിടെ എൻ്റെ ഭാഗ്യശ്രീ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബലരാമൻ കിടന്ന് അലറുവാണ്. ആ സമയത്ത് ലാലി പറയുന്നുണ്ട്, അത് മോനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്തേക്കും ബലരാമൻ ഇടിച്ചു കയറി ഭാഗ്യശ്രീയുടെ റൂമിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഭാഗ്യശ്രീ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ബലരാമൻ ഓടിച്ചെന്ന് മോളെ മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭാഗ്യശ്രീയെ തട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ ഭാഗ്യശ്രീ അനങ്ങുന്നില്ല. ബലരാമന് ഭാഗ്യശ്രീയുടെ ഈ അവസ്ഥ കണ്ട് ഇരട്ടി ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ ബലരാമൻ ചോദിക്കുന്നുണ്ട്, ഇവർക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആണെങ്കിൽ ലാലി പറയുന്നുണ്ട്, അതിപ്പോൾ ഭാഗ്യമോൾ സെഡേഷൻ കഴിയുമ്പോൾ കുഞ്ഞ് എണീച്ചോളം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബലരാമൻ അങ്ങ് ദേഷ്യം വന്നിട്ട് ബലരാമൻ ചാടി കയറി നമ്മുടെ ലാലിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചെവയിലൊട്ടിക്കുന്നുണ്ട്. പിന്നീട് ബലരാമൻ ചോദിക്കുന്നുണ്ട്, എനിക്കറിയണം എന്താ ഇവൾക്ക് പറ്റിയതെന്ന്, ഇവളെന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് എനിക്കറിയണം, എന്താ ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയണം. നിങ്ങളെ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ കണ്ടിരുന്നത്, എൻ്റെ അമ്മയ്ക്ക് തുല്യമായിട്ടാണ് നിങ്ങളെ ഞാൻ കണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ അമ്മയുടെ എല്ലാ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിന്നവളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് പറയണത് ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. ആ സമയത്ത് നമ്മൾ ലാലി പറയുന്നുണ്ട്, ഞാൻ എല്ലാം പറയാമെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സുമിത്ര ഇങ്ങനെ തല്ലിയതാണെന്നോ അങ്ങനെയാണ് തലയ്ക്ക് ക്ഷതമേറ്റതെന്നൊക്കെ പറയുന്നുണ്ട്.
ഇതൊക്കെ കേട്ട് ബലരാമൻ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ബലരാമൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെ ഞാൻ വെറുതെ ഇവിടെ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട, എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇവളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഭാഗ്യശ്രീയെ ഓടിച്ചെന്ന് ബലരാമനെ എടുത്ത് എണീപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ലാലി പറയുന്നുണ്ട്, മോനെ അവളെ കൊണ്ടുപോകല്ല, അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവളെ സെഡേഷനിൽ കിടക്കുന്നതുകൊണ്ടാണ്, കുറച്ച് കഴിയുമ്പോൾ അവൾ എഴുന്നേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബലരാമൻ പറയുന്നുണ്ട്, ഇല്ല പറ്റില്ല, ഞാൻ ഇവളെ ആശുപത്രി കൊണ്ടുപോകുന്നു. ആ സമയത്ത് ലാലി പറയുന്നുണ്ട്, മോനെ ആശുപത്രി കൊണ്ടുപോയാൽ നിൻ്റെ അമ്മ ജയിലിലാവും, ആശുപത്രി കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ കേസ് എടുക്കും, ആ സമയത്ത് ഇതാരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മ ജയിലിലാകത്തില്ലെന്ന് പറയും. ആ സമയത്ത് ബലരാമൻ പറയുന്നുണ്ട്, അമ്മ തെറ്റ് ചെയ്തു, അതുകൊണ്ട് അമ്മ ജയിലിൽ തന്നെ പോകണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ ലാലി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കൃപയെ നീയല്ലേ ഇപ്പോൾ ഈ അവസ്ഥയിലാക്കിയിട്ടേക്കുന്നത്, എന്നിട്ട് നിന്നെ അവർ ജയിലിലാക്കാൻ പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അതുപോലെയല്ലേ ഇപ്പോൾ ഈ നിൻ്റെ അമ്മയായാലും ഓരോരോ സാഹചര്യങ്ങളിലാണ് ഓരോരുത്തർ ഓരോന്നും ചെയ്തു പോകുന്നത്, നീ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു, അതുപോലെ തന്നെ ഇപ്പോൾ സുമിത്ര മേഡം ഒരു കയ്യബദ്ധം എന്ന രീതിയിൽ ചെയ്തു. ആ സമയത്ത് ബലരാമനാണെങ്കിൽ ഇതൊക്കെയാണോ കയ്യബദ്ധം എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ലാലി കൺവിൻസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ബലരാമൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ ഇടയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാഗ്യശ്രീയെ തിരിച്ച് ആ ബെഡിലോട്ട് തന്നെ കിടത്തുന്നുണ്ട്. ഒരു ബലരാമനാണെങ്കിൽ ലാലിയെ അടുത്ത് പറയുന്നുണ്ട്, എന്നാൽ എനിക്ക് മറ്റൊരു കാര്യം അറിയണം, കൺമണി എവിടെയാണ് നിങ്ങളെല്ലാം ചേർന്ന് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അത് കേൾക്കുന്ന ലാലി, അയ്യോ മോനെ എനിക്കറിയില്ലെന്ന് പറയും. ആ സമയത്ത് ആണെങ്കിൽ ബലരാമൻ പറയും, നിങ്ങൾ പറയുന്ന പച്ചക്കള്ളമാണ്, നിങ്ങൾ എൻ്റെ അമ്മയുടെ വാലാണ്, നിങ്ങൾക്ക് എൻ്റെ അമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ കൊള്ളായ്മയ്ക്കും അമ്മയുടെ ഇതിനൊക്കെ കൂട്ടുവെക്കുന്നത് നിങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്കറിയാം, പച്ചക്കള്ളം എൻ്റെ അടുത്ത് പറയേണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ലാലി പറയുന്നുണ്ട്, സത്യമായിട്ടും മോനെ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബലരാമൻ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാം ആ പാവം കുട്ടിയുടെ വീട്ടുകാർ ആ കൊച്ചിന്ന് തെരഞ്ഞ് ഇനി പോകാൻ സ്ഥലമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ലാലി പറയുന്നുണ്ട്, സത്യമായിട്ട് എനിക്കറിയില്ല മോനെ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ കൺമണി എന്തായാലും സുമിത്ര മേഡം എങ്ങോട്ടെങ്കിലും മാറ്റുമെന്ന്, കാരണം ഇപ്പോൾ സുമിത്ര മേഡം ഈ ഭാഗ്യശ്രീയുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പുറകെയാണ്, അതുകൊണ്ട് കൺമണിയുടെ എതിരെ പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ലാലി പറയുന്നുണ്ട്, എനിക്ക് പക്ഷേ അതൊന്നും ഓർത്തിട്ടല്ല, വേറൊരു കാര്യം ഓർത്തിട്ടാണ് എനിക്ക് പേടി, കാരണം ഇപ്പോൾ ഭാഗ്യശ്രീ മോളാണെങ്കിൽ ബോധം വരുന്ന സമയത്ത് എന്തായാലും ഇത് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കേസാക്കും, പിന്നെ ഒന്നാമത് മോള് ഒരു ലോയറൂടെ ആയതുകൊണ്ട് എന്തായാലും ഇത് കോടതി വരെ എത്തിച്ച് മാഡത്തിനെ കേസിൽ പെടുത്തും, അത് ഉറപ്പാണ്, അതുകൊണ്ട് എനിക്ക് അതോർത്താണ് ഇപ്പോൾ പേടിയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബലരാമൻ പറയുന്നുണ്ട്, എന്തായാലും അവൾ എണീക്കുമ്പോൾ നിങ്ങൾ അവളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ നോക്ക്, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ബലരാമൻ പോകുന്നുണ്ട്. പിന്നീട് ലാലി ആണെങ്കിൽ ബലരാമൻ പോയോന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് സുമിത്രയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ബലരാമൻ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനുശേഷം സുമിത്ര ചോദിക്കുന്നുണ്ട്, അവൻ അത്രയ്ക്കൊക്കെ ആയോ, അത്രയ്ക്ക് അവൻ വളർന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ലാലി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, ഇപ്പം മാഡത്തിൻ്റെ പക്കലാണ് കൺമണി ഉണ്ടെങ്കിൽ എന്തായാലും ബലരാമൻ കുഞ്ഞ് അത് കണ്ടുപിടിച്ച് മാഡത്തിനെതിരെ നിൽക്കും, അത് ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുമിത്ര പറയുന്നുണ്ട്, അവൻ എൻ്റെ എതിരെ നിന്നാലും ഇല്ലെങ്കിലും അവൻ എൻ്റെ അടുത്ത് വന്നാലും എനിക്കൊന്നുമില്ല, അവൻ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ സുമിത്ര പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഞാൻ അവൻ്റെ ആ ഒരു വംശമേ ഇല്ലാതാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും ആ കൃഷിനെയും പിന്നെ ആ കൃപയെ എല്ലാവരെയും ഞാൻ കൊല്ലും, അപ്പോഴാണ് ഇനിയിപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നാൽ അവനെ എങ്ങനെ നേരിടണമെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് സുമിത്ര. പിന്നീട് സുമിത്ര പറയുന്നുണ്ട്, എന്തായാലും ഇനി അവൻ വരികയോ വേറെന്തെങ്കിലും ഉണ്ടാവുകയോ ചെയ്താൽ എന്നെ വിളിക്കണം, എന്നെ വിളിച്ച എല്ലാ അപ്പാപ്പ പറയണം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ആ കൺമണിയില്ലേ, അവളെല്ലാവരെയും രക്ഷിക്കാൻ വലിയ ഓടി, പക്ഷേ ഇപ്പോൾ അവളെ രക്ഷിക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ബലരാമൻ തന്നെ മിക്കവാറും അവളെ കൊല്ലും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പറഞ്ഞ് നമ്മുടെ ലാലിയാണെങ്കിൽ ഒന്ന് ഞെട്ടലോടെ ചോദിക്കുന്നുണ്ട്, അല്ല ബലരാമൻ കുഞ്ഞ് എങ്ങനെയാണ് കൺമണിയെ കൊല്ലുന്നതെന്ന്. ആ സമയത്ത് സുമിത്ര പറയുന്നുണ്ട്, അതൊക്കെ ഒരു സസ്പെൻസാണ് എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാലി ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് വെക്കുന്ന കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൺമണിയുടെ വീടാണ്. അവിടെ ശ്രീനിവാസനെയും ധനലക്ഷ്മിയാണ് കാണിക്കുന്നത്. ശ്രീനിവാസനാണെങ്കിൽ അവിടെ അലക്കല്ലിൻ്റെ പുറത്ത് ഇരുന്ന് പണ്ടത്തെ ആ കരച്ചിൽ ട്രാക്ക് ഓടിക്കുവാണ്. ആ സമയത്ത് അങ്ങോട്ട് ധനലക്ഷ്മി വരുന്നുണ്ട്. ശ്രീനിവാസനാണെങ്കിൽ അലക്കല്ലിൻ്റെ മുകളിൽ നിന്നാലും എൻ്റെ മോൾ എവിടെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷമിച്ചിരിക്കുമായിരിക്കും. ആ സമയത്താണ് അങ്ങോട്ട് ഈ ധനലക്ഷ്മി പറയുന്നത്. എന്നിട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളുടെ മോള് ചെയ്തതിനുള്ള ശിക്ഷ തന്നെ അവൾക്ക് കിട്ടിയത്, നിങ്ങളിവിടെ എന്നിങ്ങനെ കാര്യം
പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, മുമ്പ് നിങ്ങൾ എന്നെ തല്ലിയല്ലോ, ആ സമയത്ത് ഞാൻ ഒന്ന് പതറിപ്പോയി. പക്ഷെ എപ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പം എനിക്ക് ഒരു പതർച്ചയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഇക്കാര്യമൊക്കെ പറയുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്യിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മെക്കട്ടോട്ട് ഇനി ആരും കയറാൻ വേണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആണെങ്കിൽ നമ്മുടെ ശ്രീനിവാസും പറയുന്നുണ്ട്, നീയാണ് എല്ലാം ചെയ്തത്, നീയും ആ വരുണും ചേർന്നാണ് എൻ്റെ മോക്കെതിരെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരായിട്ട് വിളിച്ചു പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസൻ പറയുന്നുണ്ട്, അതുകൊണ്ട് നീയും അവനും കാണിച്ചു വെച്ച എല്ലാത്തിനുള്ള ശിക്ഷ നിനക്കൊക്കെ കിട്ടുക തന്നെ ചെയ്യുമെന്ന്. ആ സമയത്താണെങ്കിൽ ശ്രീനിവാസിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അത് നമ്മുടെ പോലീസുകാരിയായ രജനി കണ്ണമ്മയായിരിക്കും. അപ്പോൾ രജനി കണ്ണമ്മയെ അന്ന് നമ്മുടെ കൺമണി ഇങ്ങനെ ഗുണ്ടകൾ പറയുന്നതിന് തൊട്ടും മുന്നേയായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ മിസ്ഡ് കോള് രജനി കണ്ണമ്മ ഇന്നാണ് കാണുന്നത്. 4-5 ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു രജനി കണ്ണമ്മ ഫോണൊന്നും നോക്കിയിട്ടില്ലെന്ന്. അതായത് രജനി കണ്ണമ്മേനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാണോന്ന് ദൈവത്തിനറിയാം. അങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീനിവാസനോട് പറയുന്നുണ്ട്, അല്ല കൺമണിയുടെ ഒരു കോള് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അത് ആ സമയത്ത് ഞാൻ കോൺഫറൻസ് ചെയ്യുന്നു, അതാണ് എടുക്കാതിരുന്നത്. അല്ല കൺമണി എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ മനസ്സിലാക്കുവാണ് അങ്ങനെ കൺമണി സഹായമൊക്കെ തേടിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം. എന്നിട്ട് ശ്രീനിവാസൻ ഈ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയെ കാണാനില്ല എന്ന കാര്യം നമ്മുടെ രജനി കണ്ണമ്മ അറിയുവാണ്. അങ്ങനെ രജനി കണ്ണമ്മ ഞെട്ടി നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് കൺമണി കാണുന്നില്ലല്ലോ, അവൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീനിവാസൻ പറയുന്നുണ്ട്, അവളുടെ അലിഗയിൽ ജോലി പോയി, അതിന് ശേഷമാണ് അവളെ കാണാത്തത്. എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അവളെ അന്വേഷിച്ചാണെങ്കിൽ മനോജ് ഇനി പോകാൻ സ്ഥലങ്ങളൊന്നുമില്ല, ഇപ്പോഴും അന്വേഷണത്തിലാണ്. ഞാനാണെങ്കിൽ ഇവിടെ ഇന്ന് കരയുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആരുമില്ല കണ്ടുപിടിക്കാനോ സഹായിക്കാനോ ഒന്നും ആരും ഇല്ലെന്ന് പറയുന്ന സമയത്ത് ഈ രജനി കണ്ണമ്മ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നോക്കട്ടെ, എന്തായാലും അച്ഛൻ വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് ശ്രീനിവാസൻ പറയുന്നുണ്ട്, അലിഗയിലാണെങ്കിൽ എൻ്റെ മരുമകൾ ധനലക്ഷ്മി ആണെങ്കിൽ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവളെക്കുറിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണ് അവളെ കാണാതായതും അവളുടെ ജോലി പോയതും. അതുകൊണ്ട് തന്നെ ഈ ധനലക്ഷ്മി എനിക്ക് നല്ല സംശയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രജനി കണ്ണമ്മ പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ വിഷമിക്കേണ്ട, കരയണ്ട, നമുക്ക് നോക്കാം, അവളെ കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കണ്ണമ്മ പറയുന്നുണ്ട്, അവൾ നിങ്ങളുടെ മാത്രം മകളല്ലല്ലോ, ഞങ്ങളുടെയും കൂടെ ആളാണല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവളെ കണ്ടുപിടിക്കേണ്ട ബാധ്യതയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യുന്നുണ്ട്. ശേഷം ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തൊക്കെയാണ് അവരോട് പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ധനലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഇല്ലാത്ത കാര്യങ്ങളോ, നീ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്, ഇനിയും ഞാൻ നിനക്ക് കംപ്ലയിൻറ്റ് കൊടുക്കും, മൊഴിയും കൊടുക്കും, നീ ഇനി പോലീസ് സ്റ്റേഷനിൽ കിടന്നാൽ മതി എന്ന് പറയും. ആ സമയത്താണെങ്കിൽ ധനലക്ഷ്മി പെട്ടെന്നങ്ങ് മിണ്ടാതായി പോകുന്നുണ്ട്. എന്നിട്ട് ധനലക്ഷ്മി ഓർക്കുന്നുണ്ട്, ഇനി ഈ കിളവൻ ഇങ്ങനെ വല്ലതും ചെന്ന് പറയുമോ പോലീസ് സ്റ്റേഷനിൽ, പറഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം അവിടെ തീർന്നു, പിന്നെ ഗോതമ്പുട്ടോ തിന്നേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞ് ഇത് ആലോചിച്ച് എന്നിട്ട് പെട്ടെന്ന് അടുത്തൊരു കാഴ്ചയിൽ ട്രക്ക് ധനലക്ഷ്മിയുടെ വക സ്പോൺസർ ചെയ്യുവാണ്. എന്നിട്ട് ഭയങ്കര കാഴ്ചയിലും പിടിച്ചിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ശ്രീനിവാസൻ പറയുന്നുണ്ട്, നിൻ്റെ ഈ കള്ളക്കാഴ്ചയിലൊന്നും എൻ്റെ അടുത്ത് കാണിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ധനലക്ഷ്മി ആണെങ്കിൽ ഞാൻ ഇത് ചെയ്തു മറ്റേ ചെയ്തു, ഈ കുടുംബത്തിന് വേണ്ടിയായിട്ട് ജീവിച്ചു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊക്കെതിരായിട്ട് നമ്മുടെ ശ്രീനിവാസനും പറയുന്നുണ്ട്. ശേഷം ധനലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് പറയുന്നുണ്ട്, ഈശ്വര വരുൺ പറയുന്നതായിട്ട് എടുത്ത് ചാടുകയും ചെയ്ത്, ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന കൃഷ്ണയും മഹിയാണ്. പിന്നീട് കൃഷി ആണെങ്കിൽ മഹിയടുത്ത് പറയുന്നുണ്ട്, എടാ എന്നാലും കൺമണിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, നമ്മൾ ഒരുപാട് തിരഞ്ഞിട്ടും അവളെ കിട്ടിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് കൃഷി പറയുന്നുണ്ട്, ഇനി അവൾ ഈ ആവശ്യമില്ലാത്ത ഈ സംസാരങ്ങളെല്ലാം കേട്ടിട്ട് അവൾ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്നതാണോ, അതോ ഇനി അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയതാണോ, അതോ ഇനി ആരെങ്കിലും അവളെ തട്ടിക്കൊണ്ട് പോയതാണോ എന്ന് എനിക്കിപ്പോൾ വലിയ സംശയമുണ്ട്. അത് മാത്രമല്ല എനിക്ക് അവളില്ല പറ്റിയില്ലടാ, എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട് അവളെ കാണാത്തതുകൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കൃഷി. അങ്ങനെ കൃഷി ആ സത്യം തിരിച്ചറിയുവാണ്, തനിക്ക് കൺമണി ഇല്ലാതെ ഒരു ജീവിതം ഇല്ലെന്നുള്ള കാര്യം കൃഷി അങ്ങനെ തിരിച്ചറിയുവാണ്. പിന്നീട് മഹി കൃഷ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ ഞാൻ ഇന്ന് വിദ്യ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾ ഏതോ ബന്ധുവിൻ്റെ വീട്ടിൽ പോയെന്ന്. എനിക്കത്ര വിശ്വാസമൊന്നും ആയിട്ടില്ല, മിക്കവാറും അവൾ ഇവിടെയൊക്കെ തന്നെ കാണാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നു അവൾക്ക് എന്തോ പങ്കുണ്ടെന്ന് നമ്മുടെ കൺമണിയുടെ തിരോധാനത്തിൽ. പിന്നെ ഞാൻ ഇന്ന് ബലരാമൻ്റെ വാലായിട്ടുള്ള അവനില്ല കിളിയൻ, അവനെ ഞാൻ കണ്ടു, പക്ഷെ അവന് ജസ്റ്റ് മിസ്സിന് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വഴുതിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കൃഷി പറയുന്നുണ്ട്, ഇന്നാണെങ്കിൽ ഞാൻ ആ കൺമണിയുടെ ശത്രുക്കളായ എല്ലാവർക്കും
അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ലത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ധനലക്ഷ്മിക്കും ആ വരുണിനും ഒക്കെ ഞാൻ നല്ല കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് കൺമണിയെ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ, അതിലാ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വിഷമം മഹി എന്ന് പറയുന്നുണ്ട്. പിന്നീട് കൃഷി പറയുന്നുണ്ട്, എന്തായാലും കൺമണി ഇല്ലാതെ ഇനി എനിക്ക് പറ്റില്ലടാ, സത്യമായിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, ഇപ്പോഴാണ് അവളുടെ ആ സ്നേഹം എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മഹിയാണെങ്കിൽ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ടടാ, നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുന്നുണ്ട്. ശേഷം പിന്നീട് മഹി ഇങ്ങനെ കൃഷിൻ്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് കൺമണിയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒരാളെ മാത്രം കണ്ടാലേ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട് ആരെയെന്ന്. ആ സമയത്ത് ബലരാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി പറയുന്നുണ്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ ആ ബലരാമനെ നേരിട്ട് കണ്ടുപരിചയം പോലും ഇല്ല, അവ ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്തായിരിക്കും അങ്ങോട്ടൊരു വണ്ടി വരുന്നത്, അതായത് പോലീസ് ജീപ്പാണ്. കൃഷി ആ പോലീസ് ജീപ്പ് നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ മനസ്സിലായോ എന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.